അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ അടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകും കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കിയ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമാവിനെ നീ വെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് വരണം. ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മുഖത്തപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് കൃപയാ ഞങ്ങൾക്ക് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഭാവിക്കുകയല്ല. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും ദൈവശക്തിയും എല്ലാം സ്വർഗത്ത് നിന്ന് നൽകി തിരുനാം മഹത്വമാകട്ടെ. കർത്താവെ, ഇടയ്ക്കട്ട സഭയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ മതവും സഭയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും എല്ലാം സ്വർഗത്ത് നൽകി തരുന്ന ദൈവമായിരിക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വായിച്ച സങ്കീർത്തനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ പുണ്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലം പിന്നിടുവാനും ഇന്ന് ജീവനോടെ വിശേഷാൽ വിശ്വാസത്തിലും ദൈവസഭയിലും സഹോദരങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം കർത്താവ് തുണയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്നും കർത്താവ് ചെയ്ത ഉപകാരത്തെ മറക്കാതെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് ഈ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് മനുഷ്യർക്ക് സാധിക്കാത്തതും നീക്കുപോക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതുമായ വിഷയങ്ങൾ കർത്താവ് പരിഹരിക്കും. ഒന്ന് ഓർത്തു നോക്കുക, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്. അതിന് വചനം പറയുന്നത് അതിലൊന്നുപോലും മറന്നു പോകരുത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, ആ ഉപകാരങ്ങൾ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം സുഖമായിട്ട് നമ്മൾ ജീവിക്കാനല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല. കർത്താവ് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല ഉദ്ദേശങ്ങളും കർത്താവിനുണ്ട്. അതിലൊന്നാമത്തെ ഉദ്ദേശമാണ് കർത്താവിന്റെ വേലയെ, കർത്താവിന്റെ പ്രവൃത്തിയെ വിവേചിച്ചറിയുക. കർത്താവിന് ഉപകാരം തന്നാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് എനിക്ക് വേണ്ടി കർത്താവ് ചെയ്തത് ഇതാണെന്ന്
ഇത് കർത്താവാണ് ചെയ്തതെന്നത് മറ്റാരുമല്ല എന്ന് വിവേചിച്ച് സൂക്ഷ്മതയോടെ അറിയുക. പലർക്കും ആ അറിവില്ല. ആര് തന്നൂന്നറിയില്ല. ജാതികളുടെ ഇടയിൽ, സമുദായക്കാരുടെ ഇടയിൽ എന്ന് പറയുന്ന പോലെ അവിടെയും കൊണ്ട് വഴിപാടിട്ടു, ഇവിടെയും കൊണ്ട് വഴിപാടിട്ടു, അപ്പുറത്തേക്കൊരു നേർച്ച നേർന്നു, പിന്നെ സ്വന്തം ബുദ്ധിയിൽ ചില കാര്യങ്ങൾ ചെയ്തു, അവിടെ എവിടെയൊക്കെ പല കാര്യങ്ങളും ചെയ്തു. ഒടുവിൽ ഒരു കാര്യം സാധ്യമായി. ആര് സാധ്യമായി? ആര് സാധ്യമാക്കി തന്നു? അറിവില്ല. അവൻ അവന്റെ കൈവേലയെ നിങ്ങൾ വിവേചിക്കാതെ കൊണ്ട് അവൻ നിങ്ങളെ പണിയാതെ ഇടിച്ചു കളയുന്നു. ഇടിച്ചു കളഞ്ഞു. ഞങ്ങള് സഭയ്ക്ക് ഒരു സ്ഥലം വേണം. ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുക. നടന്ന് സ്ഥലം കണ്ടെത്തി. ഇത്തിരി പൈസയൊക്കെ കൂടുതലാ. പക്ഷെ അതൊക്കെ ഞങ്ങള് അനവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അതൊക്കെ എടുത്ത് സമ്പാദിച്ചു. സമ്പാദിച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥലം തരട്ടെ. പെന്തക്കോസ്തുകാർക്ക് ആരെങ്കിലും സ്ഥലം കൊടുക്കുമോ? ഒടുവിൽ സ്ഥലത്തിന്റെ ഉടമ നല്ലൊരു സ്ഥലം ചെന്ന് ചോദിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. വലിയൊരു വിഷയം. അദ്ദേഹത്തിന്റെ ഒരു മകളെ വിവാഹം കഴിച്ചിട്ട് ആ വിവാഹത്തിന് ആ പെൺകുട്ടി ആ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുക. ഒരു മകളെ പറ്റേ ഉള്ളൂ. അത് അങ്ങേയറ്റം സങ്കടം നിറഞ്ഞ വിഷയമാണ് വിഷയം. എല്ലാം ഉണ്ട്. പണമൊക്കെ എത്രയോ പണമുണ്ട്. എത്രയോ ഉണ്ട്. എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണെങ്കിൽ ഇന്ത്യയിൽ നല്ലൊരു ഭാഗം അറിയുന്നതാ. അത്രമാത്രം സിനിമാ ഫീൽഡിലൊക്കെ പരിചയമുള്ളവരാ. അത്രയും എല്ലാം ഉള്ള ഈ മനുഷ്യൻ ദിനംപ്രതി നെടുവേർപ്പിട്ടുകൊണ്ടാണ് ദിവസം കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ആരാധിക്കാനും സ്ഥലം വയ്ക്കാനും ദൈവം അനുഗ്രഹിക്കുന്നുള്ളത്. ദൈവം നിശ്ചയമായിട്ട് അതിൽ പ്രവർത്തിക്കും. അങ്ങനെ പറഞ്ഞ് ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും എന്തായിരുന്നാലും ആ മനുഷ്യന് ആ സ്ഥലം ഞങ്ങൾക്ക് തരാൻ തീരുമാനിച്ചു. സഭയ്ക്ക് സ്ഥലം കിട്ടി. ഒരിക്കലും സാധ്യതയുള്ള സ്ഥലമല്ല. കാരണം പെന്തക്കോസ്തുകാർ അവിടെ വരുന്നതെന്ന് അറിഞ്ഞപ്പോ തന്നെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. വലിയ വലിയ വിഷയങ്ങളായി. പക്ഷെ അദ്ദേഹം വാക്ക് പറഞ്ഞാൽ പാടാത്തവനാ. തന്നു. സ്ഥലം കിട്ടി. അപ്പൊ രജിസ്ട്രേഷന് മുമ്പ് തന്നെ ഒരു വിവാഹം അദ്ദേഹത്തിനൊക്കെ ഏകദേശം യോജിക്കുന്ന തരത്തിൽ നല്ലൊരു വിവാഹം അദ്ദേഹത്തിന് വന്ന് ആ വിവാഹം നടന്നു. അതൊരു അതിശയായി. അദ്ദേഹത്തെ സംബന്ധിച്ച് അതിശയായിരുന്നു. ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് കുറച്ചകലെ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് കൊടുത്തിട്ടുണ്ടായി. അതായത് ഇവിടുന്ന് ചോറ്റാനിക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വഴിപാട് കൊടുത്തിട്ടുണ്ടായി. ആ വഴിപാട് ഞങ്ങൾക്ക് സ്ഥലം കൊടുത്തതുകൊണ്ടാണോ, അവിടെ വഴിപാട് കൊടുത്തതുകൊണ്ടാണോ കാര്യം നടന്നത്? പിന്നെ വേറെ മന്ത്രവാദം എന്തെങ്കിലും ഉണ്ടാവും. ഇനി ഏതുകൊണ്ടാണ് ഈ കാര്യം നടന്നതെന്നുള്ളത് അറിയണ്ടേ? നിശ്ചയമില്ല. പക്ഷെ പറഞ്ഞ വാക്കും പ്രകാരം പുള്ളി അവിടെ കൊണ്ടുപോയി വഴിപാടൊക്കെ നടത്തി നന്ദി, സ്തോത്രം, സ്തുതിയൊക്കെ അവിടെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് ഏറ്റവും ആദ്യമേ തന്നെ കർത്താവ് ചെയ്ത ഉപകാരം ഇത് എനിക്ക് ചെയ്തു തന്നത് കർത്താവാണെന്ന് ഒരു മനുഷ്യൻ അറിയണം. ഇനി അവനെ പണിയില്ലെന്ന്. അവനെ പണിയില്ല, പിന്നെ അവനെ വെച്ചേക്കൂല. അവനെ ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം ഒന്നുകൊണ്ട് അദ്ദേഹം വേറെ നിലയിൽ ആയിരിക്കുന്ന പേര് കേട്ട ഒരു മനുഷ്യൻ എന്തോ ആവട്ടെ. പക്ഷെ പണിയില്ല. ദൈവം പണിയുന്ന കൂട്ടത്തിലേക്ക് എടുക്കില്ല. ദൈവം പണിയണമെങ്കിൽ ദൈവം ചെയ്ത പ്രവൃത്തി ദൈവമാണ് ചെയ്തതെന്ന് മനുഷ്യർ ഉറപ്പുറാക്കണം. അതില്ല എങ്കിൽ ദൈവം സമ്മതിക്കില്ല. പിന്നെ രണ്ടാമത്തത്, ചെയ്ത പ്രവൃത്തി അത് സ്വീകരിച്ചതിന് ശേഷം അതിന് പ്രതിഫലം കൊടുക്കണം. പ്രതിഫലം കൊടുക്കുന്ന വേറെ ഒന്നും വേണ്ട. ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന്റെ ലക്ഷണമാണ്
ആരിൽ നിന്ന് എന്ത് ഉപകാരം പ്രാപിച്ചാലും അറിയാതെ തന്നെ ഒരു വിധേയത്വം നമുക്ക് വരും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മക്കള് ആർക്കും കടപ്പെട്ടിരിക്കുന്നതെന്ന് പറയാം. ദൈവത്തിന്റെ മക്കൾ കടപ്പെട്ടാലുള്ള പ്രശ്നം എന്ന് പറയും. ദൈവം മുൻകണ്ടിട്ടുള്ള മനുഷ്യൻ കടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടിമയായി പോകും. ദുഷ്ടൻ കടപ്പെടുന്നത് പോലെയല്ല നമ്മള് മക്കള് ദൈവമക്കൾ കടപ്പെടുന്നത്. ദുഷ്ടൻ കടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ജീവിതം മുഴുവനും അവനെ പോറ്റി അവന് വേണ്ടതെല്ലാം കൊടുത്ത് അവനെ എല്ലാ ആപത്തിൽ നിന്ന് വിടുവിച്ചാലും അടുത്ത ദിവസം അത് അവന്റെ അവകാശം പറഞ്ഞു നടക്കും. അവന് അവന് ഒന്നുമല്ല. കാരണം കാരണം അവന് ഇത് അവകാശമാണെന്നാ പറയുന്നത്. എന്റെ ചെവിക്കാൻ കേട്ടിട്ടുള്ളതാ. അവരുടെ ഔദാര്യം നല്ലതല്ലേ. ഇത് ഒരാള് ഔദാര്യം കൊടുത്തതാ. ഓക്കെ, മേടിച്ചവൻ വളരെ നാൾ മേടിച്ചതിന് ശേഷം പറയാ ഔദാര്യമൊന്നുമല്ല. തരണമെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ തരുമോ? നിശ്ചയമായിട്ടും അവരെ ആ സ്ഥാനത്ത് ഇരിക്കുന്നു. അവര് ഈ ലോകത്ത് നിന്ന് അനവധി സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. അത് ഈ എളിയവരെ കൂടി കവർന്നെടുത്തണ്ട. അതവർക്ക് കൊടുക്കേണ്ടതാ. പറയുന്ന വാക്ക് കേൾക്കണം. ശരിയാണ്, നമ്മൾ കേട്ട് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ മക്കൾ അങ്ങനെയല്ല. ദൈവത്തിന് ജനത്തിന് പ്രത്യേകതയുണ്ട്. ദൈവത്തിന് ജനത്തിന് പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നടക്കുന്ന വഴിക്ക് നല്ല വെയിലാ. ഒരു മരത്തിന്റെ ചുവട്ടിൽ തണലത്ത് കയറി നിന്ന് ഒന്ന് അവന്റെ ജീവിതത്തിൽ പിന്നെ അത് മറക്കാൻ പറ്റില്ല. ആ മരത്തെ കുറിച്ച് ഓർക്കും. ഓ, ദൈവം അത് കരുതിയില്ല. ആ മരം എത്ര നല്ല മരം. ഞാൻ അത്ര വിഷമിച്ച് ചെല്ലുമ്പോഴാണ് ഇത് എന്റെ ജീവിതത്തിൽ മുഴുവനും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിതം മുഴുവനും താൻ ഈ ലോകത്ത് വന്നതിന് ശേഷം ഉപകാരം മറ്റുള്ളവരിൽ നിന്ന് പറ്റിയിട്ടുള്ളത് മുഴുവൻ ഓർമ്മയിൽ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് അവൻ ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കഴിയുന്ന പോലെയല്ല. ദുഷ്ടൻ ജീവിക്കുന്ന പോലെയല്ല അവന്റെ ജീവിതം. അവന്റെ ജീവിതം ഏറ്റവും വിഷമമാണ്. കാരണം ഞാൻ ഓരോരുത്തരോട് കടപ്പെട്ടിരിക്കുന്നത് അതെല്ലാം അതിന്റെ കണക്ക് തീർത്ത് ഞാൻ തിരിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ ഇതുപോലത്തെ 10 ആയുസ് കൊണ്ട് സാധിക്കില്ല. ഒന്നും പറയാനില്ല. അതുപോലെയല്ല ദുഷ്ടന്റെ ജീവിതം. ദുഷ്ടന്റെ ജീവിതം എന്ന് പറയുന്നത് അവന് എത്ര കിട്ടിയോ എത്ര പ്രവർത്തിച്ചോ എന്നുള്ളതല്ല. അവനത് വിഷയമല്ല. അതൊക്കെ അവന്റെ അവകാശമാണോ എന്നുള്ളതാണ്. കൊടുത്തത് കിട്ടിയത് പോരെന്നേ ഞാൻ പറയൂ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഈ ലോകത്തിലെ ജീവിതം. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവരോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളെ നമ്മള് മീൻ പിടിക്കുമ്പോ ചൂണ്ടയിട്ട് ഇര ഇട്ട് മീൻ പിടിക്കുന്ന പോലെയാണ്. മീൻ ഒരു ഉപകാരം ചെയ്തതിന് ശേഷം കർത്താവ് മനുഷ്യരാൽ സാധിക്കാത്തത്, തന്നെത്താൻ സാധിക്കാത്തത്, മറ്റൊരു ശക്തിയാലും സാധിക്കാത്ത ഒരു കാര്യം ദൈവത്തിന്റെ മക്കൾക്കുണ്ടാവും. ഈ കാര്യം കർത്താവ് തൊട്ട് സൗഖ്യമാക്കി കഴിയുമ്പോൾ, കർത്താവ് തൊട്ട് കാര്യം സാധിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവന്റെ ഹൃദയം സമ്പൂർണമായിട്ട് അങ്ങ് സമർപ്പിച്ചവൻ അടിമയായി. ഇങ്ങനെയാണ് ക്രിസ്തുവിന് അടിമകളായി തീരുന്നത്. ഇതാണ് നയമാനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. അന്ന് ഇസ്രായേലിൽ എത്രയോ കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ നയമ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. നിങ്ങൾ ഓർക്കണം, നയമൻ ഒറ്റയാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും രക്ഷപ്പെട്ടില്ല. കാരണം നയമാനെ എടുത്തു പറയാം. കാരണം എന്താണെന്നറിയോ? നയമാനെ എടുത്ത് പറഞ്ഞതിന്റെ കാരണം നയമാൻ വന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം നീ പൊക്കളാൻ പറഞ്ഞിട്ട് അവൻ പോവില്ല, പോകാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഞാൻ ചെയ്തതിന് ഉപകാരത്തിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ചെന്ന് ഇരിക്കാൻ പറ്റില്ല, സ്വസ്ഥത ഉണ്ടാവും. അത് തന്നെയാണ് ദൈവമക്കളുടെ ലക്ഷണം. അവിടെ നിന്ന് എന്താ ഒരു കാര്യം ചെയ്യും. ഞാൻ പ്രവാചകൻ പറഞ്ഞു ഞാനൊന്നും മേടിക്കില്ല എന്ന്. എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഒരല്പം മണ്ണ് തന്നെ, ഇവിടുത്തെ മണ്ണ്, അത് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ഇനി യഹോവയ്ക്ക് മാത്രമേ യാഗം കഴിക്കുകയും ആരാധിക്കുകയും ചെയ്യും. സമാധാനത്തോടെ നോക്കാം. അവിടെ ആരാധന തുടങ്ങി. എവിടെ? സിറിയയില് അരാമിൽ ആരാധന തുടങ്ങി. യഹോവയുടെ നാമത്തിലുള്ള ആരാധന അരാമിൽ തുടങ്ങി. അതാണ് ഉപകാരം ദൈവം ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്. നേരമുള്ളവന് അധികം ഒന്നും വേണ്ട. അവന്
ദൈവം നോക്കിയിരുന്ന് ഒരു ഉപകാരം ചെയ്താൽ മതി. അവൻ നിശ്ചയമായിട്ട് ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു ആരാധന അവിടെ ആരംഭിച്ചിരിക്കും. ആർക്കായിരുന്നാലും ശരി, ആർക്കായിരുന്നാലും. ഇതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് കർത്താവിന്റെ വചനം പറഞ്ഞ് നമ്മൾ ആദ്യമേ ഒന്നാമത് നമ്മൾ കേട്ടത്, നമ്മൾ കർത്താവാണ് ചെയ്തതെന്ന് അത് മനസ്സിലാക്കിയിരിക്കണം. വേറെ ആരുമല്ല ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തത്, ഈ ചെയ്തതിന് പ്രത്യുപകാരം കൊടുക്കാതെ, മറുപടി കൊടുക്കാതെ, അത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വസ്ഥത ഉണ്ടാവില്ല. ഇത് ഇത് രണ്ടും കൂടെ വരുമ്പോൾ തന്റെ വചനം പറയുന്നത്, ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് കൂടി വരുന്നത്. ഇല്ലാത്തവര് ആരാധനയ്ക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് കർത്താവ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് വചനത്തിൽ ഉള്ളതുപോലെ കർത്താവ് തന്റെ ആത്മാവിനെ പകർന്ന് ഈ സകല ഭൂമിയിലും സകല മനുഷ്യർക്കും ഈ വേണ്ട നന്മകളെല്ലാം ചെയ്തിരിക്കുക. എത്ര പേര് ആരാധിക്കുന്നുണ്ട്? എത്ര പേര് തിരിച്ചു വന്ന് ആരാധിക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്? കർത്താവിന്റെ സ്വന്തം അത്യല്പമായി ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിന്റെ അടയാളമാണ്. അത് ദൈവം കണക്കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇതാ കൂടി വന്നിരിക്കുക. നമുക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. ആരാധിക്കാതിരിക്കാം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് ആരാധന. ആരാധിക്കാൻ ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ സന്ദർഭം എന്ന് പറയുന്നത്, ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങളെ ഓർത്ത് ആ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു കാര്യവും മറക്കരുത്. കാരണം ഈ ഓർമ്മയില്ല എങ്കിൽ അതാണ് പറയുന്നത്, ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു എന്നാണ്. ഇങ്ങനെ ചെയ്ത ഉപകാരം നിമിത്തം ആയിരിക്കണം മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നത്. അപ്പൊ ദൈവം ചെയ്യുന്ന ഉപകാരം അത് സ്തോത്രത്തിലും ആരാധനയിലും അവസാനിപ്പാൻ തക്കവണ്ണം ഒന്ന് ദൈവം ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, താൻ ചെയ്തതിന് പ്രതിഫലം, ദൈവം ചെയ്തതിന് ദൈവത്തിന് മഹത്വം പ്രതിഫലമായി കൊടുക്കുന്നുവെന്നും അവന് ജീവിതത്തിൽ പ്രാഗൽഭ്യം ഉണ്ടായെങ്കിൽ അവന്റെ ആരാധനയെ ഒന്നാമത്തെ ഘട്ടം ദൈവം മാനിച്ചു. ദൈവം പരിഗണിക്കട്ടെ. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ട്. എങ്കിലും നമ്മൾ ഓർക്കുമ്പോൾ നമ്മെ അർഹതയില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് കർത്താവ് വിളിച്ചുകൊണ്ട് വന്നത്, നമ്മൾ ഏത് നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് എങ്ങനെയായിരിക്കുന്നു നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് പരാതിയില്ല. കാരണം ഏതും ഇല്ലാതെ പോയ ഒരു ജീവിതത്തിൽ നിന്ന് ഇത്രയും കൊണ്ടുവന്നല്ലോ. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകും. നമ്മൾ ഇന്ന് വായിച്ചത് 91 സങ്കീർത്തനം. ഉന്നതനാം ദൈവത്തിൻ മറവ്, സർവശക്തൻ നിഴലിൻ കീഴിൽ, കോട്ടയായവൻ സങ്കേതമായവൻ, തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. കോട്ടയായവൻ സങ്കേതമായവൻ, തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. ആശ്രയിക്കും പാറ, എന്റെ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? കർത്തൻ എന്റെ അഭയം, ഇടയാശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭൂജമുള്ളോ, കൈപിടിച്ചു നടത്തുന്നെന്നെ. ഇടയാശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭൂജമുള്ളോ, കൈപിടിച്ചു നടത്തുന്നെന്നെ. കർത്താവിന് സ്തോത്രം. 91 സങ്കീർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഏത് സമയത്തും ഭയപ്പെടുമ്പോഴും നിരാശ വരുമ്പോഴും ശക്തിപ്പെടുവാനും ഏത് സമയത്തും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. എല്ലാ വചനങ്ങളും ഏത് സമയത്തും സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് പ്രത്യേക ധൈര്യം നൽകുന്നതാണ്. അതിന് വിവിധമായിട്ടുള്ള ഭാഗങ്ങളും മനുഷ്യൻ ഭയപ്പെടുമ്പോൾ അതുപോലെ തന്നെ മനുഷ്യന്റെ മരണത്തോടെടുക്കുമ്പോൾ, മനുഷ്യന്റെ ജീവിതം നിരാശപ്പെടുമ്പോൾ, ഇങ്ങനെയൊക്കെ ഓരോ ഘട്ടങ്ങളും. ഈ ഘട്ടങ്ങളിലൊക്കെയും 91 സങ്കീർത്തനം ഏറ്റവും ഫലപ്രദമാണ്. ഇതിന് ഒന്നാമത്തെ വാക്യത്തിലിരിക്കുന്ന അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. മറവും നിഴലും എന്നുള്ളതാണ് അവിടെ ആ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് മറവ്, അത്യുന്നതന്റെ മറവ്. അത്യുന്നതന്റെ മറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അന്വേഷിച്ചു കൊടുക്കുക.
ആ ആളെ അന്വേഷിച്ചപ്പോ എല്ലായിടത്തും നടന്നിട്ടും കിട്ടിയില്ല. എല്ലായിടത്തും നടന്നിട്ടും കിട്ടിയില്ല. ഒടുവില് നോക്കിയപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് കണ്ടുപിടിച്ചു. ഇതുപോലെയാണ് ഒരു മനുഷ്യന് ഈ ലോകം എത്രയേറെ പ്രതികൂലമാകുമ്പോഴും, ഏതെല്ലാം ദുർഘടങ്ങൾ തന്റെ മേൽ വരുമ്പോഴും അവന് ചെന്ന് ഒളിച്ചിരിക്കാനുള്ള, മറഞ്ഞിരിക്കാനുള്ള ഒരിടമാണ് ദൈവം, യഹോവയായ ദൈവം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, മറവിടമായി എനിക്ക് യേശു. അവൻ എന്നെ മറച്ചു, ദൈവം മറക്കുന്നു. ദൈവം അവനെ മറച്ചു കൊണ്ടതിനാൽ ആർക്കും, അതായത് പരസ്യമായിട്ട് അവൻ ജീവിച്ചു. പരസ്യമായിട്ട് ഏത് തിരക്കിനിടയിലും അവനെ മറച്ച് ജീവിപ്പിക്കാൻ ദൈവത്തിന് അറിയാം. ഒറ്റ മനുഷ്യനും അവനെ കാണില്ല, ഒരു മനുഷ്യനും കാണില്ല. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാര് അതിനോട് ചേർന്ന് കർത്താവ് നടന്നു. അവർക്ക് വഴി കാണാം, ലോകം കാണാം, കൂടെ വരുന്നവനെയും കാണാം, എല്ലാവരെയും കാണാം. പക്ഷെ ഇതാരാ കൂടെ വരുന്നതെന്ന് മാത്രം കാണാൻ പറയും. അവരുടെ കണ്ണുകൾ മറച്ചിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാവരുടെയും കണ്ണുകൾക്ക് മറിഞ്ഞ് ഈ ലോകത്തിൽ തന്നെ എല്ലാ ദുഷ്ടന്റെ മുമ്പിലും ജീവിക്കാൻ സർവശക്തനായ ദൈവത്തിന് നമ്മെ കൊണ്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് നിഴല്. ഈ ലോകത്തിൽ നിഴൽ, സർവശക്തന്റെ നിഴല്. ലോകത്തിൽ നിഴലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിഴൽ എത്രയുണ്ട്? എത്ര നിഴലുണ്ട്? രണ്ട്. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 1:78 വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 78-ാം വാക്യം വായിക്കുമ്പോൾ, വായിക്കണം. ലൂക്കോസ് 1:78. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു. മരണത്തിന്റെ നിഴല്, അതായത് ഒരു നിഴല് എല്ലാവരും കൂടെ കൂടി നിൽക്കുക. ഭയങ്കര വെയിലുള്ള ഒരു സ്ഥലത്താണ് വലിയൊരു ആഞ്ഞിലി നിൽക്കും. ഈ ആഞ്ഞിലിയുടെ നിഴല് ഒരു 10 മണി ആയപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുക, എരിഞ്ഞ വെയില്. അപ്പൊ അതിൽ ഈ അളവുകാര് കുറെ പേര് കൂടി നിൽക്കുക. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന അളവുകാർ ഒരു 3-4 പേര് കൂടി ഈ തണലിൽ നിൽക്കുക. ഒരു 11 മണി ആയപ്പോഴത്തേക്കും അവർ നിൽക്കുന്ന സ്ഥാനം മാറി. കാരണം നിഴൽ അങ്ങോട്ട് മാറി. നിഴല് എങ്ങോട്ടെടുത്തു? 10 മണിക്കുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഈ നിഴൽ പുറപ്പെട്ടു വന്ന പൊരുളിലേക്ക് അടുത്ത്, ആഞ്ഞിലിയുടെ അടുത്തേക്ക് അടുത്തു. ഉച്ചയാകുമ്പോൾ ഈ നിഴൽ എവിടെ എത്തും? ഉച്ചയാകുമ്പോൾ എല്ലാവരും ഈ ആഞ്ഞിലിയുടെ ചുവട്ടിലെത്തും. കാരണം ഉച്ചയാകുമ്പോൾ നിഴലില്ലാതായി. അതുപോലെ തന്നെ ഈ ലോകത്തിൽ 2 നിഴലാണുള്ളത്. ഒന്ന് മരണത്തിന്റെ നിഴല്, മരണത്തിൽ അത്യാരിയായ പിശാചിന്റെ നിഴല്. 2 സർവശക്തന്റെ നിഴല്. ഈ 2 നിഴലും ചെന്ന് അവസാനിക്കുന്ന ഒരു ഇടമുണ്ട്. ഈ ഇടമെന്ന് പറയുന്നത്, ഒരു നിഴലിൽ ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ അവസാനിക്കും, ദൈവത്തിന്റെ മന്ദിരത്തിൽ അവസാനിക്കും. ഒരെണ്ണം ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിൽ. അങ്ങനെ ഈ 2 നിഴലിലേക്കാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ താൻ ഏത് നിഴലിലാണെന്ന് കണ്ടെത്തുന്നതാണ് അവന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. വിശ്വാസമായാലും ഇല്ലാത്തവനായാലും ഒന്നാമത് തന്നെ മനസ്സിലാക്കണം, ഞാൻ ഏത് നിഴലില്ല. 2 പേര്, ഓർപ്പയും രൂത്തും നവോമിയുടെ ഭവനത്തിൽ വന്നു. വിശ്വാസികളുടെ ഭവനം. അവിടെ വന്നതിന് ശേഷം കൊണ്ട സന്തോഷം, എല്ലാവരും കൂടി ഒരുവനപ്പെട്ട് ഭയങ്കര സന്തോഷം. ഇവര് ഒരു 2 അപ്പം മരിച്ചു, 2 ആമക്കളും മരിച്ചു. ഇവര് മാത്രമേ ശേഷിച്ചു. 3 സ്ത്രീകൾ മാത്രമേ ശേഷിച്ചു. ഈ സ്ത്രീകൾ മാത്രം ശേഷിച്ചപ്പോ അവിടുന്ന് ഒരു വാർത്ത വന്നു. ഒരിക്കൽ
ഇസ്രായേൽ ദേശത്ത് പണ്ടത്തെ പോലെയല്ല, മഴ പെയ്തു, മഞ്ഞുണ്ടായി, അവിടെ നിന്ന് കൃഷികൾ വിളഞ്ഞു, ധാരാളം സമൃദ്ധിയായി എന്നൊരു വാർത്ത കേട്ടു. തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാവൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നോട് തന്നെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകും, നിങ്ങൾ ചെറുപ്പമാണ്, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി സന്തോഷമായിട്ട് തലമുറയായിട്ട് ജീവിക്കാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. രൂത്ത് പറഞ്ഞു, ഞാൻ പോവില്ല, മരിച്ചാലും ഞാൻ പോവില്ല. ഓർപ്പ പറഞ്ഞു, ആദ്യമൊക്കെ പ്രശ്നം എന്തെങ്കിലും അവൾ അവിടെ വഴിക്ക് പോയി. നേരെ ചെന്ന് ബോസിന്റെ വയലിൽ ചെന്നപ്പോ ബോസ് അവളെ നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി. അന്ന് വരെയും പറയാത്തൊരു വാക്ക് പറയാം. എന്താ പറഞ്ഞേ? മകളെ, യഹോവയുടെ ചിറകിൻ നിഴലിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. അപ്പോ രൂത്ത് കണ്ടത് വേറെ ആരും, രൂത്ത് എന്തിനെ നോക്കിയാ പുറപ്പെട്ടതെന്ന് വേറെ ആരും കണ്ടില്ല. ആരും കണ്ടു? ബോസ്. എന്തിനെ നോക്കിയാ അവൾ വന്നേ? അവളൊരു നിഴലിന് നോക്കിയാ വന്നേ. എന്താണ്? നാളെ ഈ നിഴലിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? സർവശക്തന്റെ അടുത്ത് എത്തിച്ചേരുന്ന ഒരു നിഴല് ഇസ്രായേലിൽ ഉണ്ട്, അമ്മാവിയമ്മയുടെ കൂടെ ഉണ്ടെന്ന് കണ്ടില്ല. അതുപോലെ തന്നെ ഓർപ്പയോടെ പോയി. ഓർപ്പയുടെ ഉള്ളിൽ നിന്ന് അപ്പോഴും നീങ്ങിപ്പോയിട്ടില്ല. എന്ത് നീങ്ങിപ്പോയിട്ടില്ല? അന്യദൈവം നീങ്ങിപ്പോയിട്ടില്ല. അവൾ ഇന്ന് വരെയും വിശ്വാസത്തിൽ വന്ന് ഇത്രയും കാലം വിശ്വാസികളുടെ ഭവനത്തിലാണ് സൈന്യങ്ങളുടെ യഹോവയെ കുറിച്ച് അറിഞ്ഞു, വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കേട്ടുവെങ്കിലും ഇന്ന് വരെയും അവൾ ഈ നിഴല് കണ്ടെത്തി വിശ്വാസികളുടെ പ്രശ്നമാണ്. അതാണ് ഇന്ന് ദൈവസഭയിൽ നടക്കുന്ന അനവധി കാര്യങ്ങൾ. കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. രാവിലെ ആരാധനയ്ക്ക് വേണ്ടി വേദപുസ്തകമായിട്ട് പിടിച്ചു വരുന്നത് നോക്കിയാൽ മതി, ജാതികൾ നോക്കണ്ട. ആരാധനയ്ക്കായിട്ട് ഭയത്തോടു കൂടി ഈ വേദപുസ്തകമായിട്ട് കടന്നു വരുന്നവരെ നോക്കിയാൽ മതി. അവരേത് നിഴല് കണ്ടിട്ടാണ്, അവർ സർവശക്തനായ ദൈവത്തിന്റെ നിഴല് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വരുന്നതും അവരിയ്ക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ ജീവിതവും കണ്ടാൽ അറിയാം. അല്ലാത്തത് വരുന്നത് കണ്ടാലും അറിയാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിൽ വെളിച്ചമാണ്. മുൻപേ നിങ്ങൾ ആരായിരുന്നു? ഇരുട്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമാണ്. നമ്മളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നമ്മൾ ആരായിരുന്നു? ഇരുട്ടായിരുന്നു. അതിൽ നിന്നാണ് കർത്താവ് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഇത് രണ്ട് കാര്യങ്ങൾ നീങ്ങിപ്പോകണം. ഇത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. എന്താ? അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടണം. അത് ശരി. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തത്, ഉള്ളിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോകണം. ഉള്ളിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോകണം. അന്ധകാരത്തിൽ നിന്ന് പുറപ്പെടണം, വെളിച്ചമായി തീരണം. ഇത് രണ്ടും സംഭവിച്ചില്ല എങ്കിൽ മനുഷ്യന്റെ യാത്ര പിന്നെ കണ്ടാൽ അറിയാം. ഇവിടെ രൂത്ത് അന്ധകാരത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നു. മോവാബ്യ ദേശം എന്ന് പറയുന്നത് മുഴുവൻ അന്ധകാരം പിടിച്ച ദേശം. ആ തലമുറയിൽ പറഞ്ഞത് അതാ. അതിൽ നിന്നൊക്കെ വിട്ടുപോന്നു. നമ്മുടെ എലിമേലെക്കിന് നവോമിയുടെ കൂടെ എത്തി. പക്ഷെ ഉള്ളിൽ നിന്ന് നിഴൽ നീങ്ങിപ്പോയിട്ടില്ല. ഉള്ളിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോയിട്ടില്ല. ഉള്ളിൽ നിന്ന് അന്യദൈവം നീങ്ങിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് അതിന് ഒരു സംഭവം ഉണ്ടാവും. ഇതിനാണ് ഈ ദൈവസഭകളിലും വിശ്വാസികളുടെ ഇടയിലും പ്രശ്നങ്ങൾ, കലക്കങ്ങൾ, അവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മള് ജാതികളുടെ ഇടയില് മുമ്പ് ഒരു നിയമം ഉണ്ടായി, ഖർവാപ്പസി എന്ന് പറഞ്ഞ ഒരു നിയമം ഉണ്ടായി. അതായത് എവിടെ നിന്ന് പുറപ്പെട്ടു പോന്നോ അവരവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകണം. അവർ പറഞ്ഞത് ശരിയാ. ഇതിനകത്ത് വന്നതിലും അനേകരിൽ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള നിഴൽ അവരിലുള്ളവരാ. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തിരിച്ചു പോകും. അവര് ഓർപ്പയെപ്പോലെ തിരിച്ചു പോകും. ഇതൊന്നും ദൈവസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് തടുത്തിട്ട് കാര്യമില്ല. എന്നാൽ അതിന് പകരം അവരെ തടുത്തു നിർത്തുന്നതിനേക്കാൾ ഭേദം അവരുടെ ഉള്ളിൽ ഈ വെളിച്ചം ഒന്ന് പ്രകാശിപ്പിക്കാൻ സാധിച്ചാൽ
ഇരുട്ടിൽ നിന്ന് അവർ പോന്നുവെങ്കിലും അവർ ഉള്ളിൽ വെളിച്ചം പ്രവേശിച്ചിട്ടില്ല. ഇരുട്ട് ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഒരു നിഴലാണ്. ആ നിഴലിലേക്ക് അവർ തിരിച്ചു പോകും എന്ന് അറിഞ്ഞ് അവരുടെ ഉള്ളില് വെളിച്ചം പ്രകാശിക്കത്തക്കവണ്ണം ഒരു പ്രവൃത്തിക്ക് സാധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉപദേശത്തിന് സാധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവർത്തനത്തിന് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ നേട്ടമാണ്. അല്ലാതെ പിടിച്ചു നിർത്തിയാൽ നിൽക്കില്ല. ദൈവമാകട്ടെ ഈ ഇരുട്ടും വെച്ചോണ്ട് മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ഇനി ഇത് ഇത്രയും കാലം നിന്നു. കാരണം വിശ്വാസത്തിന് സഭയിൽ ഭവനത്തിൽ വന്നിട്ട് ഇത്രയും കാലമായി. അമ്മായിയപ്പൻ ആരാണെന്നും ഭർത്താവ് ആരാണെന്നും അനിയൻ ആരാണെന്നും എല്ലാം ഓർമ്മ മനസ്സിലാക്കിയതാ. സത്യദൈവം ആരാണെന്ന് മനസ്സിലാക്കിയതാ. അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങ് വന്ന ഇവിടം വരെ വന്നതാ. പക്ഷെ ഇതുവരെയും നീങ്ങി പോകാത്തൊരു കാര്യം കിടക്കുക. ഇതും വെച്ചോണ്ട് ഏകദേശം ഇസ്രായേലിലേക്ക് പോകാൻ പറ്റില്ല. ഇത് വെച്ചോണ്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്നൊരു സംഭവം ഉണ്ടാവുക, അവരോട് തിരിച്ചു പോകാൻ. ഉടനെ തന്നെ ആ നിഴൽ നോക്കി അവൾ പോയി. എന്നാൽ രൂത്തോ അവളോട് പറ്റുന്നു. അവൾ ആ സർവശക്തന്റെ നിഴലിൽ തന്നെ ആശ്രയിച്ച് അവിടെ ചെന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ ചെന്നെത്തിയവരെ ഒടുവിൽ പൊരുളിൽ അവർ എത്തിച്ച. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ചവനെ കേട്ടു വന്നതാണ്. ഇനി നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഇരുട്ടിന്റെയോ മരണത്തിന്റെ നിഴലിന്റെ സ്വാധീനമുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞിട്ടില്ല എങ്കിൽ അത് ദോഷം വരും. എന്നാൽ ദൈവം നമ്മുടെ ഇടയിൽ സംഭവിപ്പിക്കുന്ന, അനുവദിക്കുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും അനുഭവങ്ങളും നമ്മെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ നിഴലിലേക്ക്, ഏത് സർവശക്തന നിഴലിലേക്ക് നമ്മൾ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി എത്തേണ്ടതുമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ഹൃദയത്തിലുള്ള സകല ഇരുട്ടിനെയും നീക്കിക്കളഞ്ഞു, സകല ദുഷ്ടന്റെ നിഴലിനെയും നീക്കിക്കളഞ്ഞ് രൂത്ത് അന്വേഷിച്ചു ചെയ്യുന്നതുപോലെ ഒടുവിൽ ഇവളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരും അറിയാതിരിക്കെ ബോവസ് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ കിണലിലാണ് നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത്. യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകട്ടെ. ആ പൂർണ്ണ പ്രതിഫലത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാനാകട്ടെ. നമുക്ക് ലോകത്തിലേക്ക് പലതും കാണും, പലതും കേൾക്കും, പലതും നമ്മൾ അനുഭവിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, നാം ചെന്നെത്തേണ്ടുന്നത് ഒടുവിൽ നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ കർത്താവിനോട് ചേർന്ന് അവകാശം പ്രാപിക്കാൻ ചെന്ന് തന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ചു മുമ്പോട്ട് പോകാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകും. യേശു എന്റെ അടിസ്ഥാനം ആശ്രയ